ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ഥിരമായി ഗുരുവിൻ്റെ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്ന ഒരാൾ ഒരു ദിവസം പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഗുരുവിനെ കാണാൻ കാത്തുനിന്നു. തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ മുറിയിലെത്തി അയാൾ പറഞ്ഞു, ഞാൻ കുറേ ആഴ്ചകളായി അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ വരുന്നു. നല്ല ഭംഗിയായി താങ്കൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് അങ്ങയുടെ പ്രസംഗം. എനിക്കത് കേൾക്കാൻ വലിയ താല്പര്യവുമുണ്ട്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഗുരു അയാളോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് വീട്ടിലേക്ക് തിരികെ പോകുന്നത്? അയാൾ പറഞ്ഞു, ചിലപ്പോൾ നടന്ന്, മറ്റു ചിലപ്പോൾ വാഹനത്തിൽ. ഗുരു പറഞ്ഞു, ഇവിടെ തന്നെ ഇരുന്നാൽ താങ്കൾ വീട്ടിലെത്തുമോ? ഒരിക്കലുമില്ല. തിരികെ പോവുക എന്നത് താങ്കളുടെ ആവശ്യമാണ്. എവിടെയാണോ എത്തേണ്ടത് അങ്ങോട്ട് യാത്ര ചെയ്യണം. ഇത്രയും നാൾ താങ്കൾ കേൾക്കുക മാത്രമാണ് ചെയ്തത്. ഇനി അത് ജീവിതത്തിൽ പരിശീലിച്ചു തുടങ്ങുക. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഇന്ന് പലരും പറയുന്ന പരാതിയാണ് ഈ മനുഷ്യനും ഗുരുവിനോട് പറഞ്ഞത്. ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നതാണ് ആളുകളുടെ പരിഭവം. കേൾവി പോലെ തന്നെ പ്രധാനമാണ് മാറ്റത്തിലേക്കുള്ള യാത്ര. കേൾക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതിന് വലിയ അധ്വാനം ആവശ്യമാണ്. നല്ല പ്രസംഗകരോ സാരോപദേശ കഥകളോ ഒന്നുമില്ലാത്തതല്ല ഇന്നത്തെ പ്രതിസന്ധി. മറിച്ച് ഇപ്രകാരമുള്ള കാര്യങ്ങൾ പിന്തുടരുവാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. കർണപുടങ്ങളിലെ പ്രതിധ്വനികളല്ല, കർമ്മവീതികളിലെ നടപടികളാണ് ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാകുന്നത്. മോശമായതും കേട്ടാൽ അറപ്പ് തോന്നുന്നതുമായ വാക്കുകൾ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ ധ്യാനം കൂടി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് വിശുദ്ധ കുമ്പസാരമൊക്കെ നടത്തി എല്ലാ തെറ്റുകളും ഉപേക്ഷിച്ചു. പിന്നെ അശുദ്ധമായ വാക്കുകൾ സംസാരിക്കാതിരിക്കുക എന്നതല്ല യഥാർത്ഥമായ മാറ്റം. മറിച്ച് അവയെ ഉപേക്ഷിക്കുമ്പോൾ തന്നെ അതേ നാവിൽ നിന്ന് ദൈവീക സ്തോത്രങ്ങളും വിശുദ്ധമായ വാക്കുകളും പുറപ്പെടണം. അതാണ് മാറ്റം. തിരികെ പോകേണ്ടത് പഴയ വിശുദ്ധിയിലേക്കാണ്. പാപത്തെയും തെറ്റുകളെയും ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, അവയ്ക്ക് പകരമായി വിശുദ്ധിയിലേക്ക് തിരികെ പോകേണ്ടിയിരിക്കുന്നു. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിനെന്ന് വിശുദ്ധ പത്രോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. പ്രഭാഷണങ്ങളിൽ മാത്രം ചുറ്റിത്തിരിയാതെ തിരികെ വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യുന്നവരാകാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനായി ജനിപ്പിക്കൂ. ഈ ലോകത്തിൻ മോഹത്തിൽ നിന്നും വിടുതലെനിക്കു നൽകണമേ. ജീവിക്കും ബലിയാകണമേ. അങ്ങേക്ക് വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ.